ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും നമ്മൾ പൊരുതി നേടുന്ന ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിജയം ഉണ്ടാവില്ലേ, അതിന് ഇച്ചിരി മധുരം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നില്ലേ നമ്മളൊരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോവാണ്. ഒരു പരീക്ഷ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പോകുന്നില്ല എന്നിട്ടാ. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പഠിച്ച അക്കാദമിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആദരവുണ്ട്, അപ്പോൾ അതേറ്റ് വാങ്ങാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നത് ഒരു ചടങ്ങായതുകൊണ്ട് ഞാൻ ഇല്ല എന്നുള്ള മട്ടിൽ നിന്നു. പക്ഷേ ഏട്ടനടക്കം എല്ലാവരോടും ഞാൻ ഈ ഒരു കാര്യം പാസ് ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നീ പോകണം, അത്രയും ഹാർഡ് വർക്ക് എടുത്ത് പഠിച്ച് കിട്ടിയതല്ലേ, പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ ഞാനും പിള്ളേരും പോവുക, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനത്തെ വീഡിയോസല്ലേ നിങ്ങൾ കാണാറ്. അപ്പോൾ ഇത്തവണ നമ്മുടെ കൂടെ ഏട്ടനും ഉണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോൾ ഏട്ടനെയും കൊണ്ടുപോകണമല്ലോ, അല്ലെങ്കിൽ ഏട്ടനും വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ ബസ് കത്തിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബസ് കയറിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷം എനിക്ക് ഒത്തിരി പ്രൗഡ് തോന്നിയൊരു സംഭവം കേട്ടോ. കാരണം സകല എക്സാമുകൾക്കും ഞാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്, പിള്ളേരെയും കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് എനിക്ക് ഞാൻ എക്സാമുകൾ എഴുതാൻ പോയിരുന്ന അതേ സ്ഥലങ്ങളിലേക്ക് എൻ്റെ സമ്മാനം വാങ്ങാൻ പോകുക എന്നുള്ളതൊരു ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പരിപാടിയിലേക്കാണ്. കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണ് ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പ്രോഗ്രാമാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ തിരിച്ചു വരുന്നത് വരെ എന്തായിരുന്നോ ഞാൻ, അതിലിരട്ടി എനിക്ക് മോട്ടിവേഷൻ കിട്ടി, അതിലിരട്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നാകുമായിരുന്നു. കാരണം അത്രയും എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നേക്കാളേറെ സ്ട്രഗിൾ ചെയ്യുന്ന വീട്ടമ്മമാരെ കണ്ടു, ആൾക്കാരെ കണ്ടു, എല്ലാം കൊണ്ട് സൂപ്പറായൊരു പരിപാടിയായിരുന്നു.